ഞാനിപ്പോൾ അങ്കമാലിയിൽ ഹോം കണക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഹോം തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാം അത് ഒരു സ്ഥലത്ത് വന്നാൽ കിട്ടും എന്ന് എനിക്ക് പേഴ്സണലി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. എൻ്റെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണമല്ലോ. അപ്പോൾ ഹോം തിയേറ്ററിൽ ഞാൻ എത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബെസ്റ്റ് പ്ലേസ് ഞാൻ ഏറ്റവും നല്ല റിവ്യൂവിൽ കൂടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു കറക്റ്റ് തിയേറ്റർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? അത് വളരെ നല്ല കാര്യം. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ഇത് അടിപൊളിയാണല്ലോ സാർ. നമ്മുടെ റൂം സൈസ്, നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ റൂം സൈസ് വരുന്നത് 22 അടി നീളവും 10 അടി വീതിയും വരുന്നത്. ശരിക്കും നമുക്ക് ഒരു നോർമൽ ഒരു റൂം, ഒരു 120 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 120 എടുത്ത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പ്ലാനിങ്ങിൽ ഇപ്പോൾ ഒരു തിയേറ്ററിന്റെ റൂമൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ശരിക്കും ഏറ്റവും നല്ലത് നമ്മളൊരു തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്ലാനിൽ ഒരു ഡെഡിക്കേറ്റഡ് റൂം നമ്മൾ ഉൾപ്പെടുത്തലാണ് ഏറ്റവും നല്ലത്. പക്ഷെ പല ഫാമിലീസും അത് ഉൾപ്പെടുത്താറില്ല. ഞാനിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ്. എനിക്കത് അറിയാതെ നീ പറഞ്ഞതാണെങ്കിൽ എൻ്റെ വീട് പണിയുമ്പോൾ എനിക്ക് ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു സ്പേസ് എനിക്ക് ഇല്ല, ഞാൻ പ്ലാൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഹോം കണക്റ്റിൽ വരാനുള്ള കാരണം. കാര്യം എനിക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടണമെങ്കിൽ അത് നീ തന്നെ പറയണം. പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വിട്ടത് 120 സ്ക്വയർ ഫീറ്റ് എന്ന് ഞാൻ പറയാനതിന്റെ കാരണം, ഒരു സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ പോലും ഒരു ചെറിയ റൂം 120 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് മേളിലേക്ക് ചെയ്യാൻ പറ്റും. 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യാനില്ല, ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് 7.2.4 എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ 7 എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 സ്പീക്കർ താഴെയുണ്ട്. അതുപോലെ 2 സബ് വൂഫ് വെച്ചിട്ടുണ്ട്. സാറ് മേളിലേക്ക് നോക്കുകയാണെങ്കിൽ 4 അറ്റ്മോസ് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത് ഇൻവാൾ ടൈപ്പ് സ്പീക്കേഴ്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇൻവാൾ ചെയ്തേക്കുന്നത്. നമ്മുടെ റൂമിൻ്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം, എനിക്ക് ഇൻവാൾ വേണോ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വേണോ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സാറ് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് ഒന്നും വെളിയിൽ കാണാനായിട്ട് പറ്റില്ല. ഇതെല്ലാം ഞങ്ങൾ സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ എന്നാണ് ആ ഒരു സ്ക്രീനിനെ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്പീക്കേഴ്സ് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടും സാധിക്കുന്നത്. നമുക്ക് 2 സബ് വൂഫർ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുൾ ക്യാബിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ രീതിയിൽ അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വാളൊക്കെ സാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സൗണ്ട് പ്രൂഫും ചെയ്തിട്ടുണ്ട്, അക്വസ്റ്റിക് ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. സൗണ്ട് പ്രൂഫ് ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലുള്ള ഈ ഒരു ഇവിടെ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ആ ഒരു സൗണ്ട് പുറത്തോട്ട് പോകാതിരിക്കാനും പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തോട്ട് വരാതിരിക്കാനും ഒക്കെയാണ്. നമ്മൾ ചിലടത്ത് ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് സൗണ്ടൊക്കെ പോയാൽ ഇഷ്യൂസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് പ്രൂഫ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി അക്വസ്റ്റിക് ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ. അക്വസ്റ്റിക് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര വില കൂടിയ സ്പീക്കേഴ്സ് വെച്ചാലും നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലിയർ അല്ലേ എൻ്റെ വോയിസ്, സാറിന് നന്നായിട്ട് വേറെ ഒരു എക്കോയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കേൾക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ അക്വസ്റ്റിക് ചെയ്യണത്. സാർ പിന്നെ ഞങ്ങൾ ഇവിടെ പ്രൊജക്ടർ ചെയ്തേക്കുന്നത് സോണിയുടെ പ്രൊജക്ടറാണത്. സോണിയുടെ XW5000ES എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊജക്ടറാണ്. ലേസർ പ്രൊജക്ടറാണത്. നമുക്ക് ശരിക്കും ലാമ്പ് അതുപോലെ LED ലേസർ ഇങ്ങനെ 3 ടൈപ്പ് ലൈറ്റ് സോഴ്സാണ് ഞാൻ പറയണത്. 3 ടൈപ്പ് പ്രൊജക്ടർ ഉണ്ട്. ഇതിൽ നമുക്ക് തിയേറ്ററിലേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ലാമ്പും ലേസറുമാണ്. ഏറ്റവും കുറച്ചുകൂടി നല്ലത് ലേസർ തന്നെയാണ്. ആ ഒരു കളർ ആക്യുറൻസിയൊക്കെ കുറച്ചുകൂടി ബെറ്റർ കിട്ടണത് കണ്ടേക്കണത് ലേസറിൽ തന്നെയാണ്. ഇത് സോണിയുടെയാണ്. ലേസർ ആകുമ്പോൾ പിന്നെ നമുക്ക് ലൈഫിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ലാമ്പ് ചേഞ്ച് ചെയ്യാൻ ആ ഒരു പ്രശ്നങ്ങളൊന്നും ലേസറിലേക്ക് വരില്ല. സ്വാഭാവികമായിട്ട് അതിന് പൈസയും കൂടുതലാണ്, നമുക്ക് അതിൽ നിന്ന് ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. പിന്നെ സ്പീക്കേഴ്സ് ഞങ്ങളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞു സാറിനോട്, സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ട് ബിഹൈനായിട്ടാണ് ഞങ്ങൾ സ്പീക്കേഴ്സ് വെച്ചേക്കുന്നത്. കെഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. 2 ടവർ സ്പീക്കറും ഒരു സെൻട്രൽ സ്പീക്കറും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സബ് വൂഫറും ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അതും കെഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 12 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ AVR കൊടുത്തേക്കുന്നത്. AVR എന്ന് ഉദ്ദേശിക്കുന്നത് റിസീവർ. ഈ മൊത്തത്തിലുള്ള ഹെഡ് എന്ന് വേണം നമുക്കതിനെ പറയാനായിട്ട്. അത് ഡെനോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സാറോടെ നോക്കി ഗാലക്സി ലൈറ്റുകളാണ് ഞങ്ങൾ മേളിൽ കൊടുത്തേക്കുന്നത്. ഒരു പ്രീമിയം ഫീലൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കസ്റ്റമേഴ്സും അത് പറയാറുണ്ട്, നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ മുകളിൽ ലൈറ്റ് മിന്നി കളിക്കുന്നത് നല്ല രസമുണ്ട്, അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താമോ എന്നൊക്കെ പറഞ്ഞ്.
ശരിക്കും ഒത്തിരി പൈസ ഒന്നും ഇല്ലാണ്ട് നമുക്കിത് ചെയ്തു കൊടുക്കാനും പറ്റൂട്ടാ. ഒത്തിരി പലരുടെ വിചാരം ഭയങ്കര പൈസ എക്സ്പെൻസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു നോർമൽ ബഡ്ജറ്റ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ നിന്ന് എടുക്കാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത് അല്ലേ? ശരിക്കും കൂടുതൽ ഇതിനെപ്പറ്റി ആർക്കും അങ്ങനെ അറിയില്ല. നമ്മൾ ഈ യൂട്യൂബിൽ കണ്ട ഡീറ്റെയിൽ ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ പോലും ഒന്ന് അവർക്ക് അത് കേൾക്കാനുള്ള ചിലപ്പോൾ സമയം കൂടി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയണത്, നിങ്ങൾ ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ സ്ക്രീനാണെന്നുണ്ടെങ്കിലും സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എൻ്റെ തിയേറ്റർ ഇങ്ങനെയാണ് അവർ ചെയ്യാൻ പോണത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ റിക്ലൈനേഴ്സ്, ഈ ഒരു റിക്ലൈനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. മാനുവൽ ആയിട്ടുള്ളതും വരുന്നുണ്ട്, മോട്ടറൈസ്ഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. ഇപ്പോൾ സാറ് ഫസ്റ്റ് ഇരുന്ന മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ മോഡൽ എന്ന് പറഞ്ഞത് അത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് മാനുവൽ ആയിട്ടുള്ള മോഡലാണ്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതും നിങ്ങൾക്ക് ഇവിടെ രണ്ടും കാണിച്ചു തരുന്നുണ്ട്. രണ്ടും കാണിച്ചു. ഇനി ഇതല്ല ഡിസൈൻ വേണ്ടത്, വേറെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ, വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ കാറ്റലോഗ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് കാണിച്ച് എനിക്ക് ഇന്ന ടൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പക്ക ആ സെയിം തന്നെ സാറിന് തരാനായിട്ടും പറ്റും. അൻസീർ, ഇതുപോലെ ഒരെണ്ണം എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു എത്ര രൂപ ബഡ്ജറ്റ് ആവും? ബഡ്ജറ്റ് നമുക്ക് ഏത് സ്പീക്കേഴ്സ് വേണം, പ്രൊജക്ടർ ഏത് വേണം, സാറിന് 4K വേണോ അല്ലെങ്കിൽ ഫുൾ HD മതിയോ, സ്പീക്കേഴ്സ് ചിലപ്പോൾ ബേസ് കൂടുതലുള്ളത് വേണോ, അപ്പോൾ ഇത് നമുക്ക് തമ്മിലൊന്ന് സംസാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിങ് നമുക്ക് തരാൻ പറ്റും. സാറിന് ഒട്ടും മോശമല്ലാത്ത, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന റേറ്റ് തന്നെ ഞങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിങ് സാർ ചോദിച്ചുകൊണ്ടാണ് പറയണത്. നമുക്ക് 4 ലക്ഷം മുതൽ നമുക്കൊരു ഫാമിലിക്ക് നമുക്കൊരു തിയേറ്റർ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഏറ്റവും ഹൈ എൻഡ് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റണം എന്നില്ല. അപ്പോൾ ഒരു 4 ലക്ഷം മുതൽ അതും അറ്റ്മോസി ചെയ്യാൻ പറ്റും. 5.1 അല്ല, അറ്റ്മോസി ചെയ്യാൻ പറ്റും. ഇപ്പോൾ മേളിൽ സ്പീക്കർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ മോളിൽ നിന്നുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമാണ് അതൊരു തിയേറ്റർ എന്നുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 5 സ്പീക്കറും വെച്ച് ഇത് തിയേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ നമുക്കൊരു 4 ലക്ഷം മുതൽ ചെയ്യാൻ പറ്റും. ആ 4 ലക്ഷത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കോംപ്രമൈസ് നമ്മൾ ചെയ്യണം. കാരണം ഒരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒക്കെ ചെയ്യണ തിയേറ്റർ അല്ല അതിൽ ചെയ്യണത്. പക്ഷേ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതൊരിക്കലും ഒരു കുറഞ്ഞ തിയേറ്റർ ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അത് ഞങ്ങളുടെ പ്ലസ് പോയിന്റ് ആണത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഒരുപാട് അടുത്ത് നമ്മൾ പോകുമ്പം പാരൻസിനൊക്കെ കൊടുക്കാവുന്നൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ഹോം തിയേറ്റർ. കാര്യം എല്ലാവരും അവരുടെ ബിസി ഷെഡ്യൂൾസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പാരൻസിന് കൊടുക്കാം, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട് പണിയിൽ ഞാൻ ഈ ഒരു അവസാന ഘട്ടത്തിലായിട്ടും ഞാൻ ഹോം തിയേറ്ററിന് വെക്കണം എന്ന് എനിക്ക് തോന്നിയതും അത് ഞാൻ ഏറ്റവും നല്ലൊരു സ്ഥലം ഹോം കണക്ട് കണ്ടുപിടിച്ചത്. അതുപോലെ അനുസരിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അത് ഇവിടുന്ന് കിട്ടി. താങ്ക് യു.